ശ്രീ കെ എൽകുമാർ, ഇവിടെ എ കെ ആന്റണിയുടെ പുത്രൻ എന്ന് പറയുന്ന എന്താണ് ആ ഒരു വാണിജ്യ ടാങ്ക് ലൈൻ്റെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രധാനത്തിൽ പ്രൊപ്പഗണ്ട മെറ്റീരിയൽ ഉപയോഗിക്കാവുന്നതാണ് കെ കരുണാകരൻ്റെ മകൾ. അത് ഉറപ്പായി ഉപയോഗിക്കാനും പോകുന്നു. കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിക്ക് വേണ്ടി ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും ഇനി സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടിയും അല്ലെങ്കിലും പ്രചാരണത്തിൽ ഇറങ്ങാൻ പോകുന്നു. കോൺഗ്രസിൽ നേരിട്ട കാര്യങ്ങൾ അവിടെ പറയാൻ പോകുന്നു. ആ ടാഗ് ലൈനപ്പുറം പത്മജ വേണുഗോപാലിൻ്റെ വരവ് കേരളത്തിലെ ബി ജെ പിക്ക് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഗുണം ചെയ്യും എന്ന് കരുതണം ശ്രീ അനിൽകുമാർ? എ കെ ആന്റണിയുടെ മകൻ എന്നൊരു വാക്ക് പറയുന്നത് എനിക്ക് യോജിപ്പുള്ള കാര്യമല്ല. അല്ല, ഞാൻ ആ ടാഗ് ലൈനെ കുറിച്ചാണ് എന്റെ വിശ്വാസം. അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്ന പോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയുന്ന പോലെ അക്കാര്യങ്ങളിലൊക്കെ ഒരു സംശയം അവശേഷിപ്പിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അനാവശ്യ സംശയമാണ്. ഞാൻ പറയുന്നത് എ കെ ആന്റണിയുടെ മകൻ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ടാഗ് ലൈൻ ആണ് എന്നൊരു വിശേഷം കൊടുത്തത്. ഞാൻ പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞോളൂ. ഞാൻ സംശയം പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ പശ്ചാത്തലത്തിൽ ഒരു പ്രശ്നം വരും. സാർ, എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നെ തെറ്റിദ്ധരിക്കല്ലേ? എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് പറയുന്നതിനെ കുറിച്ചൊരു തർക്കമുണ്ടെന്ന്. എന്റെ തർക്കം അതല്ല. എന്റെ തർക്കം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റും കെ എസ് യുവിന്റെ പ്രസിഡന്റും ഒരുമിച്ചിരുന്ന് പത്രസമ്മേളനം നടത്തി ഉന്നയിച്ച ചോദ്യം, ആ ചോദ്യം എ കെ ആന്റണിയുടെ ചങ്കത്താ തറയ്ക്കുന്നത്. ഇതിനെല്ലാം ഉത്തരം പറയേണ്ട മാന്യനാണ് ശ്രീമാൻ എ കെ ആന്റണി. ഇവരുടെ എല്ലാം പിതാവാണ് എ കെ ആന്റണി. ഇക്കാര്യത്തിൽ, ഏത് കാര്യത്തിൽ? മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ. എ കെ ആന്റണിയെ പോലെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് വേറെ ആരെങ്കിലും ഈ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടോ? ഇന്നും നിങ്ങൾ എ കെ ആന്റണിക്ക് കൊടുക്കുന്ന എന്തെല്ലാം പരിരക്ഷയാണ്? ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ഈ എ കെ ആന്റണിയുടെ പരിയമ്പറത്തി എന്നിട്ട് ചോദിച്ചോ? നിങ്ങളുടെ വീട്ടിൽ ഇവിടെ ബഹുമാനപ്പെട്ട കാശ്മീർ അവതരിപ്പിച്ചല്ലോ, ഒരു MLA മകളായി ജനിച്ചു. ആന്റണിയുടെ മകൻ ആരായിട്ടാണ് ജനിച്ചത്? മുഖ്യമന്ത്രിയുടെ മകനായിട്ട്. ഹാഷ്മി അവതരിപ്പിച്ച ഇൻട്രോയ്ക്കകത്ത് പറയുന്ന ഒരു MLA മകളായി ജനിച്ച പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കുത്തിമലർത്തിയത് വല്ലാത്ത പാതകമാണ്. മുഖ്യമന്ത്രിയുടെ മകനായിട്ട് ജനിച്ച അനിൽ ആന്റണിയാണ്. ആന്റണി മുഖ്യമന്ത്രിയായി കഴിയാണ് കല്യാണം കഴിച്ചത്. എന്നിട്ടാണ് അനിൽ ആന്റണി പോയത്. നമുക്ക് ക്ഷോഭം ഉണ്ടാകുന്നില്ല. കാരണം എന്താണ്? നിങ്ങളെല്ലാം കൂടെ മേലെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ആദർശത്തിന്റെ പുണ്യവാളനാണ് അദ്ദേഹം. ആ ആദർശത്തിന്റെ പുണ്യവാളത്തരം എവിടെ വരെ എത്തി? ഇനി ഉമ്മൻചാണ്ടിയെ നോക്കിയേ. ഇവിടെ കാലുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഉമ്മൻചാണ്ടി അക്കാര്യത്തിൽ എന്താ വിശുദ്ധനാ? LDFന് 78, 68, UDFന് 72. ഞങ്ങൾ മന്ത്രിസഭയെ മറിക്കാനില്ല എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി. എന്തിനാ ഉമ്മൻചാണ്ടി ശെൽവരാജനെ കാലുമാറ്റിയത്? ഈ കാലുമാറ്റം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തെറ്റായി ചെയ്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി ചെയ്യാത്ത ഒരു തെറ്റായ കാര്യം പറയില്ല ഇന്ത്യയിൽ. ഈ ശെൽവരാജ് എന്ന് പറയുന്ന ഒരു മുർമുവിന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ ഈ മുർമുവിന്റെ പേര് കേൾക്കാൻ തൊട്ട് 7 കൊല്ലായി. അത് കഴിഞ്ഞ് പേരൊന്നുമില്ലേ? കോൺഗ്രസിന്റെ പ്രകൃതി ഒരു മുർമു 7 കൊല്ലം മുമ്പ് കേട്ട പേര്. അത് കഴിഞ്ഞ് പേരൊന്നുമില്ലേ? വേറെ ആരെയും ED പിടിക്കാൻ പറ്റുന്നില്ലേ? തോമസ് ഐസക്കിനെ ED പിടിക്കാൻ പറ്റില്ലേ? ഉടനെ ഞങ്ങളെ കൊണ്ട് ഓടിക്കേറുക. സ്വർണ്ണ കള്ളക്കടത്ത് KT ജലീലിന്റെ പുറകെ പോയില്ലേ? ഓടി അങ്ങോട്ട് കയറിയോ? പിന്നെ ഏതൊക്കെ മന്ത്രിമാരുടെ പുറകെ പോയി? ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടി? ഇവരെല്ലാം ഇവിടെ അങ്ങോട്ട് BJPയിലേക്ക് പോയി ചേരുകയാണോ? എന്തൊരു ന്യായം ചമയ്ക്കുന്നു? ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിനകത്ത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ കൈകാര്യം ചെയ്യുന്ന പാർട്ടി അതിന്റെ ഭാഗമായ രാഷ്ട്രീയ അവസരവാദത്തിന്റെ ആഴങ്ങളിലാണ് നിൽക്കുന്നത്. ആ അവസരവാദം BJP കോൺഗ്രസ് കൂട്ടുകെട്ടിലേക്ക് ഈ 3 കൂട്ടരും കൊണ്ടുപോയി. ആന്റണിയുടെ ചില പ്രസ്താവനകൾ നോക്കൂ. ആ പ്രസ്താവനകളുടെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ആ പ്രസ്താവനകൾ BJPയുടെ വോട്ട് ബാങ്കിനെ കൂട്ടിച്ചേർക്കാനുള്ളതായിരുന്നു. ഇതൊക്കെ തരാതരം പോലെ കയറ്റിയ 3 മുഖ്യമന്ത്രിമാരാണ് ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനും എ കെ ആന്റണിയും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയും. അതിൽ 2 ആളുകൾ ഇപ്പോൾ ഇല്ല, ഒരാളിപ്പോൾ ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഇതിന് ഉത്തരവാദിത്തം ഇല്ലേ? പത്മജ വേണുഗോപാൽ പോയപ്പോൾ ആന്റണിയുടെ പ്രസ്താവന എന്താ കേൾക്കാത്തത്? എന്താ വരാത്തത്? ഇതാണ് ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കാലം MPയും കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ദീർഘകാലം 33 വയസ്സ് മുതൽ 78-80 വയസ്സ് വരെ ഇരുന്നൊരു മഹാ നേതാവാണ് കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആന്റണി. എന്നിട്ട് ഉത്തരം പറയാൻ ബാധ്യതയില്ലേ? ആന്റണി ഉത്തരം പറയണം. ആരെങ്കിലും ആന്റണിയോട് ഉത്തരം ചോദിച്ചോ?
എന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ട് CPM എന്ന ആളുകൾ കൊണ്ട് എവിടെ കൊഴുകുന്ന പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ 1000-ഓളം പേര് കൊല്ലപ്പെട്ടു ബംഗാളിൽ. ത്രിപുരയിൽ എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു. ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ BJPക്കെതിരായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടോ? ഞങ്ങളുടെ 1000-ഓളം പ്രവർത്തകർ ബംഗാളിൽ കൊല്ലപ്പെടുകയും പാർട്ടി ഓഫീസുകൾ കടന്നാക്രമിക്കപ്പെടുകയും ഞങ്ങളുടെ സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കടന്നാക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പോയിട്ടുണ്ട് ചിലപ്പോ. അത് BJP അല്ല, അവിടെ തൃണമൂല ചെയ്തത്. ആ തൃണമൂല ചെയ്തതിന് ശേഷം BJP ഇവിടെ വന്നു. ആ BJPയുമായിട്ട് ഞങ്ങൾ യുദ്ധത്തിലാണ്. ബംഗാളിൽ ഞങ്ങൾ യുദ്ധത്തിലാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചാണ്. ത്രിപുര പിന്നെ ആരാ യുദ്ധത്തിൽ? ത്രിപുരയിൽ CPMന്റെ പുറകെ വന്നിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. ഞങ്ങൾ യുദ്ധത്തില്ല, പിന്നെ നിങ്ങളെന്തിനാ ഞങ്ങളുടെ കൂടെ കൂടിയത് ത്രിപുരയിൽ? അപ്പൊ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്, സുധാകരന് പത്മനാഭ വേണുഗോപാലിന്റെ മുഖത്ത് നോക്കാൻ തന്റെ ഇടമുണ്ടോ? സുധാകരൻ എന്ന് പറയുന്ന KPC പ്രസിഡന്റിന് മുഖത്ത് നോക്കാൻ തന്റെ ഇടമുണ്ടോ? RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന പാരമ്പര്യം പറയുന്നത് സുധാകരന് പത്മനാഭ വേണുഗോപാലിന് ചോദിക്കാനാ കാര്യം. അവിടെയാണ് പറയുന്നത് BJPക്ക് ഇന്ത്യ ഈ കേരളത്തിനകത്ത് ഒരു സ്വീകാര്യതയ്ക്ക് ശരിവെച്ചു കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു കോൺഗ്രസ്. അതുകൊണ്ട് കോൺഗ്രസ് ഇനിയെങ്കിലും തിരുത്തണം. നിങ്ങളുടെ ശത്രു പിണറായിയാണോ മോദിയാണോ? നിങ്ങളുടെ ശത്രു BJP ആണോ LDF ആണോ അല്ലെങ്കിൽ CPM ആണോ? ഞങ്ങളുടെ ശത്രു പിണറായിയാണ്, ഞങ്ങളുടെ ശത്രു LDF ആണ്. മോദിക്കെതിരെ മിണ്ടില്ല. ഞാൻ ചോദിക്കുന്ന, ഇന്നലെ വൈകുന്നേരം സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് അടി കിട്ടിയിട്ട് കേരളത്തിന് അനുകൂലമായൊരു വിധി ഉണ്ടാക്കിയിട്ട് ഇന്നലെയും പറയുന്നത് കേട്ടു പിണറായിക്കെതിരായിട്ട് ചാനൽ ചർച്ചകളിൽ വന്ന നേതാക്കന്മാർ പ്രസ്താവന നടത്തിയ പ്രതിപക്ഷ നേതാവ് ഒരു ദിവസമെങ്കിലും മോദിക്കെതിരെ ഒരു വാക്ക് പറയൂ നിങ്ങൾ? അപ്പൊ പിന്നെ പത്മനാഭ വേണുഗോപാലും മോദിയുടെ കൂടെ പോയാൽ നിങ്ങൾക്ക് പിന്നെ ഈ ദിവസം ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും കേൾക്കാൻ ധൈര്യമായിട്ട് പറയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പുറകെ ED വരാനില്ല.